ഗാന്ധിജിയെ വധിച്ച നാഥുറാം വിനായക് ഗോഡ്സെക്കെതിരെ വർത്തമാനകാല RSS BJP നേതാക്കൾ ശബ്ദിക്കാൻ മടിക്കുമ്പോഴാണ് കോഴിക്കോട്ടെ ABVP പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയത്. രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ ഗോഡ്സെ രാജ്യദ്രോഹിയാണെന്ന് അവർ ഉറക്കെ മുദ്രാവാക്യം വിളിച്ചു. പ്രതിഷേധം അവസാനിച്ചത് ഗോഡ്സെയുടെ ചിത്രങ്ങൾ കത്തിച്ച്. കാലിക്കറ്റ് NIT ക്യാമ്പസാണ് പ്രതിഷേധ വേദിയായത്. ഗോഡ്സെയെ പ്രകീർത്തിച്ച് സമൂഹമാധ്യമത്തിൽ കമന്റിട്ട പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഈ ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ തികച്ചും അപമാനിക്കുന്ന തരത്തിൽ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ആ അധ്യാപികയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ABVP ഇന്ന് ഇത്തരത്തിലുള്ളൊരു പ്രക്ഷോഭ പരിപാടിയുമായിട്ട് ഈ ക്യാമ്പസിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളുടെ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയിട്ടുള്ള നാഥുറാം വിനായക ഗോഡ്സെ എന്ന രാഷ്ട്രദ്രോഹിയെ നമ്മളുടെ രാജ്യത്തെ തന്നെ ഒരു കോടതി, ഗുജറാത്തിലെ ഹൈക്കോടതി തൂക്ക് ശിക്ഷയ്ക്ക് വിധിക്കുകയും അദ്ദേഹത്തിന് ആ പരമോന്നത ശിക്ഷ ലഭിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ ശിക്ഷ ലഭിക്കുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു രാഷ്ട്രദ്രോഹിയെ പിന്തുണച്ചുകൊണ്ടാണ് ഈ ക്യാമ്പസിലെ ഒരു പ്രൊഫസർ എത്തിയിട്ടുള്ളത്. ഒരു ക്യാമ്പസിലെ പ്രൊഫസർ എന്ന് പറയുമ്പോൾ ഈ ക്യാമ്പസിലെ മറ്റുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ മാതൃകയാവേണ്ട, മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല ഉപദേശം നൽകേണ്ട ഒരു പ്രൊഫസറാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യവുമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് അനേകായിരം പ്രശ്നങ്ങൾ, അനേകായിരം തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പരക്കുന്നുണ്ട്. അതിന് ഒരുപാട് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് അനേകം തെറ്റിദ്ധാരണകളുണ്ട്. അതിൽ നമുക്കറിയാം, RSS പോലെയുള്ള രാഷ്ട്രസ്നേഹ സംഘടനയെ, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയെ അതിലേക്ക് വലിച്ചിഴയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ സംഘടനകൾ വലിയ രീതിയിലുള്ള കുപ്രവർത്തികൾ നടത്തുന്ന സമയത്ത് ആണ് ഈ രാഷ്ട്രത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനത്തിൽ നിന്ന്, ഒരു അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ മോശപ്പെട്ട ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഗാന്ധിവധത്തിൽ ചുരുളഴിയാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ FIS എടുത്തു നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ആബയെ പോലുള്ള ആളുകളെ ഒന്ന് വിസ്തരിക്കാൻ പോലും ആ സമയത്തുള്ള പോലീസ് തയ്യാറായില്ല. ഏകപക്ഷീയമായിട്ട് ഉള്ളൊരു നടപടിയൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അതിനുശേഷം നാഥുറാം വിനായക് ഗോഡ്സെ, അതിൻ്റെ പ്രതി ചേർക്കപ്പെട്ട നാഥുറാം വിനായക് ഗോഡ്സെ അറസ്റ്റിലായി. നാഥുറാം വിനായക് ഗോഡ്സെ അതിൽ പ്രതിയാണെന്ന് കൃത്യമായിട്ട് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്
അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. അതിനുശേഷം വന്ന കപൂർ കമ്മീഷൻ റിപ്പോർട്ട്, ഇത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യമുണ്ട്. കപൂർ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആർ എസ് എസിന് ഗാന്ധിവധവുമായിട്ട് യാതൊരുവിധ പങ്കുമില്ല എന്ന്. പക്ഷേ ആർ എസ് എസിനെ ബോധപൂർവം ഇതിലേക്ക് വലിച്ചഴിക്കുന്നതിലൂടെ നമ്മളുടെ രാജ്യത്ത് തന്നെ ഒട്ടനവധി നേതാക്കന്മാർക്ക് അതിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പരമോന്നത കോടതിയിൽ പോലും മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു. നമ്മളുടെ രാജ്യത്തെ വിഭിന്നമാക്കാൻ വേണ്ടി, നമ്മളുടെ രാജ്യത്തെ ചിതറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒട്ടനേകം ശക്തികൾ അതിൻ്റെ പുറകിലുണ്ട്. നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യയെ 16ആയി വിഭജിക്കണമെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, അതുപോലെ തന്നെ നമ്മളുടെ രാഷ്ട്രത്തിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്ത രാഷ്ട്രീയ സംഘടന, അതുപോലെ തന്നെ ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് ചൈനയോടൊപ്പം നിന്ന CPM എന്ന രാഷ്ട്രീയ സംഘടന, ഇന്ത്യൻ ചൈന യുദ്ധത്തിൽ പരിക്കേറ്റ ഇന്ത്യക്കാർക്ക് രക്തം കൊടുത്ത സമയത്ത് അത് പാടില്ലെന്ന് പറഞ്ഞ രാഷ്ട്രീയ സംഘടന, അതുപോലെ നമ്മളുടെ രാജ്യത്തെ പുറകിൽ നിന്ന് കുത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സംഘടനകളാണ് ഇത്തരത്തിലുള്ള അധ്യാപികമാർക്ക് പിന്നിലെന്ന് ആരോപിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് പിന്നീടും ഒരുപാട് ദുഷ്പ്രചരണങ്ങളുണ്ട്. ആർക്കാണ് ഗാന്ധിയുമായിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ഒട്ടനവധിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് പോലും മഹാത്മാഗാന്ധി RSSന്റെ വാർധാ ശിബിരം സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിലെ RSSന്റെ ശാഖകളടക്കം സന്ദർശിച്ച് RSSനെ പുകഴ്ത്തിയ ആളാണ് മഹാത്മാഗാന്ധി. അത്തരത്തിൽ മഹാത്മാഗാന്ധിയെ വധിക്കേണ്ട ഒരാവശ്യവും RSSനില്ല. പക്ഷേ മഹാത്മാഗാന്ധി കൊല്ലപ്പെടേണ്ടത് അന്ന് ഈ രാജ്യം ഭരിച്ച രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ തന്നെ ആവശ്യമായിരുന്നു. അധികാരം തങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിയ സമയത്ത് നാഥുറാം വിനായക് ഗോഡ്സെ പോലെയുള്ള അന്നത്തെ രാഷ്ട്രദ്രോഹികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അന്നത്തെ ആ അധികാര സംഘടനകളുടെ ആയുധമായിട്ട് പ്രവർത്തിച്ച ആളാണ് നാഥുറാം വിനായക് ഗോഡ്സെ. ആ നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഇവിടെ ഒരു അധ്യാപിക പിന്തുണച്ചെത്തിയിരിക്കുന്നത്. ഷൈജ ആണ്ടവനെതിരെ ABVP NIT ഡയറക്ടർക്കും UGCക്കും പരാതി നൽകി. അതേസമയം ഗോഡ്സെയുടെ കോലം തൂക്കിലേറ്റി പ്രതിഷേധിക്കാനാണ് KSU തീരുമാനിച്ചത്. NIT ക്യാമ്പസിന് മുൻപിലെ മരത്തിലാണ് തൂക്കിലേറ്റിയത്. പ്രൊഫസർ ഷൈജയ്ക്കെതിരെ KSU, SFI, MSF, യൂത്ത് കോൺഗ്രസ്, DYFI പ്രവർത്തകർ പരാതി നൽകിയിരുന്നു. തുടർന്ന് കുന്നമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.